ഹാപ്പി ആണല്ലോ. ഇന്ന് മിസ് എന്തിനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതെന്നറിയാമോ? എന്തിനാണ്? ആ ഒരു കഥ പറഞ്ഞു തരാനാണ്. ഒരു കഥ ഇഷ്ടമാണോ? ഇന്ന് ആരുടെ കഥയാണ് പറഞ്ഞു തരുന്നതെന്നറിയാമോ? ഒരു പ്രാവിന്റെയും ഉറുമ്പിന്റെയും. നിനക്ക് ഇഷ്ടമാണോ കഥ കേൾക്കാൻ? പ്രാവും ഉറുമ്പും വലിയ ചങ്ങാതിമാരായിരുന്നു. എന്താ ചങ്ങാതിമാരെന്ന് പറഞ്ഞാൽ? കൂട്ടുകാർ. നിങ്ങളെപ്പോലെ കൂട്ടുകാരായിരുന്നു. ആരൊക്കെയാണ്? പ്രാവും ഉറുമ്പും. പ്രാവ് എവിടെയാ താമസിക്കുന്നത് അറിയാമോ? ഒരു മരത്തിന്റെ കൊമ്പിലാണ് പ്രാവ് താമസിക്കുന്നത്. ഉറുമ്പ് എവിടെയാണ്? അതേ മരത്തിന്റെ താഴെ ഒരു മണൽ കൂനയിലാണ് ഉറുമ്പ് താമസിക്കുന്നത്. രണ്ടുപേരും ഒരേ മരത്തിൽ. ഒരു വലിയ കൂട്ടുകാരാണല്ലേ, അതുകൊണ്ടാണ് രണ്ടുപേരും ഒരേ മരത്തിൽ താമസിക്കുന്നത്. രണ്ടുപേരും വൈകുന്നേരം കളിക്കാൻ പോകും, നടക്കാൻ പോകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഴ പെയ്തു. മഴക്കാലം വന്നു. മഴക്കാലം വരുമ്പോൾ എങ്ങനെയാ? എന്നും മഴ തന്നെ മഴ. രാവിലെയും വൈകുന്നേരം എപ്പോഴും മഴയാണല്ലേ. ആ മഴ പെയ്തപ്പോൾ എന്താണ്? പ്രാവ് കുറച്ചൊക്കെ നനഞ്ഞു. പ്രാവ് എവിടെ താമസിക്കുന്നേ? മരത്തിന്റെ കൊമ്പിൽ. പ്രാവ് കുറച്ചൊക്കെ നനഞ്ഞു. നമ്മുടെ ഉറുമ്പ് എവിടെ താമസിക്കുന്നേ? അതേ മരത്തിന്റെ താഴെയാണല്ലേ. അപ്പോൾ എന്തു ചെയ്തു? മഴ പെയ്തപ്പോ വെള്ളം കയറി ഉറുമ്പിന്റെ ആ മണൽ കൂനയില്ലേ, അതിലോട്ട് വെള്ളം കയറിപ്പോയി. ഉറുമ്പ് എന്ത് ചെയ്തു? വെള്ളത്തിൽ വീണു. അയ്യോ, ഉറുമ്പ് എവിടെ പോയി? വെള്ളത്തിൽ വീണു. ഇത് കണ്ടു? നമ്മുടെ കൂട്ടുകാരൻ പ്രാവ് കണ്ടു. ആരാ കണ്ടത്? പ്രാവിനങ്ങ് വിഷമം വന്നു. അയ്യോ, ഉറുമ്പ് വെള്ളത്തിൽ വീണിട്ട് എന്ത് ചെയ്യും? എന്റെ കൂട്ടുകാരനല്ലേ. പ്രാവിനും ബുദ്ധി പ്രയോഗിച്ചു. എന്താണ് അറിയാമോ? എന്താണെന്ന്? ഒരു ഇല നുള്ളിയെടുത്ത്, അതായത് കൊത്തിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. എന്തിനാ? ഉറുമ്പിന് രക്ഷപ്പെടാൻ. ഉറുമ്പിന് കണ്ടു. ഉറുമ്പ് പയ്യെ ആ വെള്ളത്തിൽ കിടക്കുന്ന ഇലയിലോട്ട് കയറി രക്ഷപ്പെട്ടു. പ്രാവിനെ ഒന്ന് നോക്കും, ദയോടെ ഒന്ന് നോക്കും. പ്രാവ് രക്ഷപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് പ്രാവിനെ ഒന്ന് ദയോടെ ഒന്ന് നോക്കും. കുറേ നാൾ കഴിഞ്ഞു. മഴയൊക്കെ മാറി. നല്ല വസന്തകാലം. വസന്തകാലം എന്താണ്? പൂക്കളൊക്കെ വിരിയുന്നതും മാമ്പൂ പൂക്കുന്നതും മാങ്ങ പിടിക്കുന്ന സമയമൊക്കെയാണ് വസന്തകാലം അല്ലേ. ചെറിയ കാറ്റും. ആ സമയത്ത് നമ്മുടെ പ്രാവ് മരത്തിലിരുന്ന് ഇങ്ങനെ പാട്ട് പാടുമായിരുന്നു. എങ്ങനെയാ പ്രാവ് പാട്ട് പാടുന്നേ? പ്രാവ് കുറുകുന്നെന്ന് പറയല്ലേ. അങ്ങനെ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആര് വന്നു? ഒരു വേടൻ വന്നു. അമ്പും വില്ലുമായിട്ടൊക്കെ ഒരു വേടൻ വന്നു. ഇത് പ്രാവ് കണ്ടില്ല. പക്ഷെ ആരിത് കണ്ടു? നമ്മുടെ പ്രാവിന്റെ കൂട്ടുകാരൻ ആരാണ്? ഉറുമ്പ് ഇത് കാണും. ഉറുമ്പ് എന്ത് ചെയ്തു? അയ്യോ, ഒരു വേടനല്ലേ വരുന്നേ. പ്രാവിനെ അമ്മ ചെയ്യാൻ വേണ്ടി വില്ല് കുരച്ച് നിൽക്കുക. ഉറുമ്പ് ഓടി വേടന്റെ കാലിൽ നല്ല കാട്ടി വെച്ചങ്ങ് കൊടുക്കും. അമ്പ് തെറ്റിപ്പോ, ഉന്നം തെറ്റിപ്പോ. പ്രാവിത് കണ്ട് രക്ഷപ്പെടും. പറന്നങ്ങ് രക്ഷപ്പെടും. അപ്പോൾ ആദ്യം പ്രാവ് ഉറുമ്പിനെ രക്ഷപ്പെടുത്തിയല്ലേ. ഇപ്പോഴോ ഉറുമ്പ് പ്രാവിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും രക്ഷപ്പെടുത്തി. ഇതുപോലെ നിങ്ങളും എങ്ങനെ ആയിരിക്കണം അല്ലേ? ഇതിന്റെ ഗുണപാഠം എന്താണ്? പരസ്പരം സഹായിക്കണം. അങ്ങോട്ടും നിങ്ങൾ കൂട്ടുകാരല്ലേ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കണം. ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഈ കഥ? അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ കഥ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ബൈ.